വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഇന്തോനേഷ്യ. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യ. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ISROയുടെ ആദ്യത്തെ അന്യഗ്രഹ ദൗത്യം? ശ്രദ്ധിക്കുക, അന്യഗ്രഹമാണ് മംഗൾയാൻ. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം മംഗൾയാൻ. ചന്ദ്രയാൻ ഉപഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത്? ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം? 65. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ? P. സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ P. സതീദേവിയാണ് കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. P. സതീദേവി. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏത്? ആറ്റം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിന്റെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഗതികോർജം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിന്റെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഗതികോർജം. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? 3x10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത. 3x10⁸ മീറ്റർ/സെക്കൻഡ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് ഏത്? നെഗറ്റീവാണ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവാണ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഉപ്പിന്റെ രാസനാമം എന്ത്? ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ്? ജീവകം സി. സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സിയുടെ കുറവ് മൂലമാണ്. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. തന്നിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന ഒരു രോഗം മന്ത് ആണ്. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം?
മൈറ്റോകോൺട്രിയ. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ ആണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം. ജീവകം ഡി. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി. സസ്യങ്ങൾ. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി സസ്യങ്ങൾ. ജലദോഷത്തിന് കാരണമായ രോഗാണു. വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം. കോളറ. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് കോളറ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ. ഏതാണ് ആ സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കുവാൻ പാടില്ല എന്നത് വൈക്കം സത്യാഗ്രഹത്തോട് ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? നായർ സർവീസ് സൊസൈറ്റി. നായർ സമുദായ വൃത്യജന സംഘം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ സമുദായ വൃത്യജന സംഘം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം. നിവർത്തന പ്രക്ഷോഭം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം മൗലവി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്. സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രീവനം. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രീവനം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ മലപ്പുറം. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചമ്പുക്കൾ. ഏതൊക്കെയാണ്? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇവ ചമ്പുക്കൾ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത്? കൂടിയാട്ടം. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടം. ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് ആര്? രാമപുരത്തു വാര്യർ. ഭാഷാഷ്ടപദി രാമപുരത്തു വാര്യർ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി ആര്? സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി സ്വാതി തിരുനാൾ.
കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11-നാണ്. അത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഏത്? ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ, ഇന്ത്യ ഗേറ്റ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? 5 വർഷം. ഇന്ത്യക്കകത്ത് 5 വർഷം സ്ഥിരതാമസമുള്ളയാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കും. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാമത്. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം? വെല്ലിംഗ്ടൺ. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം കൊച്ചി. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നൊരു ഐലൻഡ് ഉണ്ട്, അവിടെയാണ് ഈ വിമാനത്താവളം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ? സംസ്കൃതം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ഒറീസയുടെ അല്ലെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? ഹാർഡിഞ്ച് പ്രഭു. ഹാർഡിഞ്ച് പ്രഭുവാണ് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ? ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായി നവറോജി. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബാലഗംഗാധര തിലകൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ഡൽഹി. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ഡൽഹി. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏത്? മലയാളം. മലയാളത്തിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് മലയാളം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള
സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹപൂർവം. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ലോക ദരിദ്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? വേൾഡ് പോവർട്ടി ഡേ. ഒക്ടോബർ 17 ലോക ദരിദ്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 17. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ് ഭവൻ. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ് ഭവൻ. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര്? ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി അശോക ചക്രവർത്തി. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി അശോക ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം എവിടെയായിരിക്കും? കർണാടക. KGF ഓർത്താൽ മതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം കർണാടകം. ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഡെറാഡൂൺ. ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത്? ദുർഗാപൂർ. ദുർഗാപൂർ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? സ്ഥലം പെരിയാർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പെരിയാർ. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി? AK ആന്റണി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളിയാണ് AK ആന്റണി. കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? മറയൂർ. ചന്ദനക്കാടിന്റെ നാട് മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത്? ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം ഏതു ജില്ലയിലാണ്? പാലക്കാട്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി? പിങ്കാളി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിങ്കാളി വെങ്കയ്യ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല? കൊല്ലം. ഏതാണ്? തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കൊല്ലമാണ്. തെന്മല ഇക്കോ ടൂറിസമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം? ലക്ഷ്യ 1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് ലക്ഷ്യ 1. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ്? 13ാമത്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയാണ്. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര് എന്താണ്?
മെൻഡലേവിയം. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര് മെൻഡലേവിയം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്താണ്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജം ആകുന്നു. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ജീവകം എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എ. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. എത്രയാണ്? 4 അറകളുണ്ട്. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. തന്നിരിക്കുന്നവയിൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പല്ല്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഉൾപ്പെടാത്തത് പല്ല് തന്നിരിക്കുന്നവയിൽ. ഇത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടാണ്? തെങ്ങ്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? തെങ്ങ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? വാഴ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം വാഴ എന്ന വിളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ലുധിയാന. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലുധിയാന. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? വിശാഖദത്തൻ. ദേവി ചന്ദ്രഗുപ്ത, വിശാഖദത്തൻ. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വിശാഖദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. അജന്ത എല്ലോറ ഗുഹകൾ ഏതു സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൾമാട്ടി ഡാം ഏതു നദിക്ക് കുറുകെയാണ്? കൃഷ്ണ. അൾമാട്ടി ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ് അൾമാട്ടി ഡാം. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? പുതുശ്ശേരി രാമചന്ദ്രൻ. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രൻ. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ഖാന പക്ഷി സങ്കേതം മധ്യപ്രദേശ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? മഹാദേവ് ദേശായി. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്? റിസർവ് ബാങ്ക് ഗവർണറാണ്. RBI ഗവർണറാണ് 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. സുമിത്ര മഹാജൻ എത്രാമത്തെ ലോകസഭയുടെ സ്പീക്കറാണ്? 16. സുമിത്ര മഹാജൻ 16ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിരുന്നു സുമിത്ര മഹാജൻ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്? KN രാജ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായിരുന്ന സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്
ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആർ. ശങ്കർ. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആർ. ശങ്കർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായതെവിടെ? പുനലൂർ. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് പർവ്വത പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത? ആഞ്ചലിക് കെർബർ. ആഞ്ചലിക് കെർബർ ആണ് 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി? ചന്ദർബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദർബർദായി. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആരാണ്? ആചാര്യ പി. സി. റേ. ആചാര്യ പി. സി. റേ. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആചാര്യ പി. സി. റേ. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത്? ഭഗത് സിംഗ് ആണ് സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? എം. സി. മജുംദാർ. എം. സി. മജുംദാർ ആണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ച മന്ദിരം? ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ച മന്ദിരം ബുലന്ദ് ദർവാസ. പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ചു. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം? 6 വർഷം. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര്? ജെ. ജെ. തോംസൺ. ജെ. ജെ. തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആര്? ജെ. ഡബ്ല്യു. ഡോബറൈനർ. ജെ. ഡബ്ല്യു. ഡോബറൈനർ ആണ് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ഏത്? ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമേത്? ജലം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമാണ് ജലം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? പ്രകീർണനം.
സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേര് പ്രകീർണനം. ഒരു കുതിരശക്തി 1 HP 1 ഹോഴ്സ് പവർ എത്ര വാട്ട് ആണ്? 746 വാട്ട്. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എത്ര വാട്ട് ആണ്? 746 വാട്ട്. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുകയാണ്. ഒരു വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഏത്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം? സിഫിലിസ്. സാഴ്സ്, പന്നിപ്പനി, പേവിഷബാധ ഇതെല്ലാം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. സിഫിലിസ് വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ? ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി? സ്വാന്തനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്വാന്തനം. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? എറണാകുളം. എറണാകുളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ? ഗ്രലിൻ. ഗ്രലിനാണ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷി. കടൽ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാരികൾച്ചർ. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? ആരാച്ചാർ. ആരാച്ചാറാണ് KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ ശരിയായ വിവർത്തനം എഴുതുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീതേഴ്സ് ഫ്ലോക്സ് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീതേഴ്സ് ഫ്ലോക്സ് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ശ്രീ U. ഷറഫ് അലി. ശ്രീ U. ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഷെയ്പ്പ്. ഷെയ്പ്പാണ് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സലയ്ക്കാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? നിഴലുറങ്ങുന്ന വഴികൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതാണ് നിഴലുറങ്ങുന്ന വഴികൾ.
അപ്പോൾ സേതുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ ആണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതില് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് മാത്രമാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത്. ഉൾപ്പെട്ടവ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. അതുപോലെ സമപന്തി ഭോജനം അദ്ദേഹം സംഘടിപ്പിച്ചു. സമത്വ സമാജവും വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചത്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഇതില് 2ഉം 3ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നതും താരതമ്യേന വീതി കൂടുതൽ എന്നിവയും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നതും അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ ആണെന്നുള്ളതും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാറിയ. ജാറിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ദേശീയ ജലപാത 3-ൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ ആണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് സി. ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സവിശേഷതകൾ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറവായതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയുമായിട്ടുള്ള ഊർജ സ്രോതസ്സാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദനമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദനം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്.
ഭരണഘടനയുടെ ഏത് അനുച്ഛേദനമാണ് ഈ വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദനം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരുന്നു ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 12 ഒക്ടോബർ 2005-ലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 12 ഒക്ടോബർ 2005-ലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദനമാണ് അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി ലിപി. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? രാമൻ നമ്പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ബ്രസീലാണ്. അന്തർദേശീയ സഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? വിശ്വഭാരതി. അന്തർദേശീയ സഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ദാദാഭായി നവറോജിയുടെ സംഭാവനയാണ്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഫക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ
സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഫക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരാണ് റൗലറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? പി.ടി. ഉഷ. പി.ടി. ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? 2017. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017 ആണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഈ തന്നിരിക്കുന്നതിൽ പാമ്പാർ ആണ് കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് പാമ്പാർ. പൊന്നാനി തുറമുഖം ഏതു നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? അരുവിപ്പുറം. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? അരയ സമാജം. അരയ സമാജമാണ് ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏത്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽപാതയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കെ. കേളപ്പൻ. കെ. കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? പാരീസ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? വി. ടി. ഭട്ടതിരിപ്പാട്. വി. ടി. ഭട്ടതിരിപ്പാടാണ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായ പല്ലിലെ ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഇതില് 4-മത്തെ
പ്രസ്താവന മാത്രമാണ് തെറ്റ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കിയുള്ള മൂന്നും ശരിയായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഇ. മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതു രീതിയിലാണ്? സമ്പർക്കം മുഖേന. ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം പകരുന്നത് സമ്പർക്കം മുഖേനയാണ്. കുഷ്ഠരോഗം പകരുന്നത് സമ്പർക്കം മുഖേനയാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം പദ്ധതിയാണ് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ളത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? മോണോസൈറ്റും ന്യൂട്രോഫിലും. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യശരീരത്തിലെ ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മി എന്നത് പയർ ചെടിയുടെ ഒരു സങ്കര ഇനമാണ്. വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണ. തന്നിരിക്കുന്നതിൽ വനവിഭവം അല്ലാത്തത് മണ്ണെണ്ണ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ സംഭാവനയാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? 18. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ് ഓക്സിജന്റെ ഉപയോഗം വേണ്ടാത്തത്. ബാക്കിയുള്ള ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ, ഓക്സികാരിയായ കൃത്രിമ ശ്വാസത്തിന് ഇതിനെല്ലാം ഓക്സിജന്റെ ഉപയോഗങ്ങളുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജന്റെ ഉപയോഗം വരുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? കാർമോയിസിൻ ആണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണചലനം. നമ്മുടെ ഭൂമിയുടെ ചലനം ഭ്രമണചലനമാണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണം താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തവയാണ്. ചാലനം, സംവഹനം, വികിരണം ഇത് മൂന്നും താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. ഇതില് എ ആണ് ആൻസർ. 1ഉം 2ഉം അത് കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ശരി. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. ശരിയാണ്. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. തെറ്റാണ്. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ശരിയാണ്. തെറ്റായ പ്രസ്താവന കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പോർച്ചുഗീസുകാർ പണിതു എന്നുള്ളതാണ്. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓർഡർ. മൃഗബലി നിരോധിച്ചു.
ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ശരിയായ ആൻസർ ഡി ആണ്. ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ 1921 പ്രസിഡന്റ് ആയിരുന്നത്. അബ്ദുൽ കലാം ആസാദ് 1923 പ്രസിഡന്റ് ആയിരുന്നു. മഹാത്മാഗാന്ധി 1924 പ്രസിഡന്റ് ആയിരുന്നു. വല്ലഭായ് പട്ടേൽ 1931. ഹക്കീം അജ്മൽ ഖാൻ 1921, അബ്ദുൽ കലാം ആസാദ് 1923, മഹാത്മാഗാന്ധി 1924, വല്ലഭായ് പട്ടേൽ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിരുന്നു ഇവരൊക്കെ. ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അതിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റിന്റെ സ്ഥാപകൻ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ശരിയാണ്. സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സംവാദ് കൗമുദി. ശരിയാണ്. ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ. ശരിയാണ്. ഹിന്ദു പാട്രിയറ്റ് പത്രത്തിന്റെ സ്ഥാപകൻ മധുസൂദൻ റേ ആണ്. മിറാത്ത് ഉൽ അക്ബർ ഫിറോസ് ഷാ മെഹ്ത. തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ആൻസർ. അവകാശവാദം എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം ആർ. USA-യുമായി ഔദ്യോഗിക നയതന്ത്രം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇനി വരുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബി ആണ്. ഓപ്ഷൻ എയും ആറും എന്നിവ ശരിയാണ്. പക്ഷേ എയുടെ വിശദീകരണമായിട്ടല്ല ആർ വന്നിരിക്കുന്നത്. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. തെറ്റാണ്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിപ്പിക്കുന്നു. ശരി. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. ശരിയാണ്. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. തെറ്റാണ്. എ ആണ് ഓപ്ഷനിൽ വരിക. 1ഉം 4ഉം തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഉത്കൽ സമതലം. താഴെ പറയുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഉത്കൽ സമതലമാണ്. വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാര കാറ്റിനെതിരായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കും. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോപ്സൺ യൂണിറ്റിൽ രേഖപ്പെടുത്തും. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡോപ്സൺ യൂണിറ്റിൽ രേഖപ്പെടുത്തും. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ശരി. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. തെറ്റ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറംതോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. ശരി. പുറംതോടിന്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. തെറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് കോതയാർ ആണ്. കോതയാറാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്ത നദി. കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ എന്നിവ ചാലക്കുടി നദിയുടെ പോഷക നദികളാണ്. കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ എന്നിവ ചാലക്കുടി നദിയുടെ പോഷക നദികളാണ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്ന് എക്സ്-റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം എക്സോപോസാറ്റ്
ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1-ന് ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സോപെർസാറ്റ്. സമ്പദ്വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ ശരി. മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക ശരി. സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു തെറ്റ്. സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക ശരി. ആൻസർ സി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സമ്പദ്വ്യവസ്ഥയിലെ വിടവ് നികത്താനായി വികസന ബാങ്കുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങളാണ്. മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. WTO ടെർമിനോളജി. കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. S&D പെട്ടിയാണ്. WTO ടെർമിനോളജി. കാർഷിക സബ്സിഡികൾ പെട്ടികളായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ S&D പെട്ടി, അങ്ങനെയാണ് അവര് തിരിച്ചറിയപ്പെടുന്നത്. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം ശരിയാണ്. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റി ആണ് രജിസ്ട്രേഷൻ നൽകേണ്ടത് തെറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം ശരിയാണ്. 1, 3 ശരിയാണ്. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് കാർഡുകളിലേക്കും UPIയിലേക്കും പണം അടയ്ക്കാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ എടുക്കാം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? B ആണ് ശരിയായിട്ടുള്ളത്. അത് ഒന്നാമത്തെ ആൻസർ, ഏകദേശം 20% എന്നുള്ളത്. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ചെല്ലയ്യ കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ്. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി. സ്വത്തവകാശം മൗലികാവകാശമല്ല ശരിയാണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്നു തെറ്റാണ്. ഓപ്ഷൻ D ആണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പം മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഈ ഓർഡർ കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. A ആണ് ആൻസർ. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം.